വെൽക്കം ബാക്ക് ടു JK സോളാർ സൊല്യൂഷൻസ്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു 2 kVA സോളാർ കോമ്പാറ്റബിൾ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2 kVAയുടെ സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവേർട്ടറും 150 AH കപ്പാസിറ്റിയിൽ വരുന്ന 2 C10 സോളാർ ബാറ്ററികളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഘട്ടമായിട്ട് സോളാറിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും പ്രയോജനകരമായിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. ഇവിടെ നമ്മൾ ബാറ്ററി സിസ്റ്റംസ് അസംബിൾ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. നമ്മൾ പെട്രോളിയം ജെല്ലുകളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ടെർമിനലിൽ അപ്ലൈ ചെയ്ത് പ്രോപ്പറായിട്ട് സ്പാനറുകളൊക്കെ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു C10 സോളാർ ബാറ്ററീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി മെയിൻ്റനൻസ് ടിപ്പുകളൊക്കെ ഇവർ ഈ ബാറ്ററിയുടെ പുറത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബാറ്ററി വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ കിടക്കേണ്ട പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷനോ കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സോളാർ കോമ്പാറ്റബിൾ ഇൻവെർട്ടറാണ് ഈ കാണുന്നത്. ഇതിന് വളരെ ഹെവി ആയിട്ടുള്ളൊരു ടെർമിനൽ ബ്ലോക്ക് ഔട്ട്പുട്ട് കാണാം. അതുപോലെ തന്നെ ഒരു 16 ആംപിയർ പ്രൊട്ടക്റ്റീവ് MCB കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് KCB ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഭാവിയിൽ സോളാറിലോട്ട് മാറുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററികൾ ട്യൂബുലാർ ബാറ്ററികളാണ്. ഇവിടെ ഫ്ലോട്ട് കാണാം, അതായത് ബാറ്ററി വാട്ടറിൻ്റെ ലെവൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ഗ്രീൻ ലൈനിലാണ് നമ്മൾ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിവിടെ ഒരു ട്രോളി ഉപയോഗിച്ചിട്ടാണ് സിസ്റ്റം ഇത് നമ്മുടെ ക്യാബിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യ സമയങ്ങളിൽ ഈ ട്രോളി പുറത്തേക്ക് വലിച്ചെടുത്ത് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാനും മറ്റ് ഇൻസ്പെക്ഷനുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് മറ്റൊരു ബഡ്ജറ്റ് അലോക്കേഷൻ്റെ സമയത്ത് ഒരു MPPT ചാർജ് കൺട്രോളറും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ സോളാർ പാനലുകളും വെച്ചുകൊണ്ട് ഈ സിസ്റ്റത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പക്ക 2 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ബാറ്ററി വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഫ്ലോട്ട് ലെവൽ വാച്ച് ചെയ്യുക, ഫ്ലോട്ട് താഴുന്നതിനനുസരിച്ച് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് ബാറ്ററിക്ക് നമുക്ക് മാക്സിമം ലൈഫ് കിട്ടാവുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.